അതായത് സൺ ടി വി നെറ്റ്വർക്സിലേക്ക് വരികയാണെങ്കിൽ സൺ ടി വിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു വരുമാനം അഥവാ റവന്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 38.9% ഒരു വർധനവോടുകൂടി 1300 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുമ്പോൾ ഒരു ഇടിവുണ്ടാകുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 13% കുറവോടുകൂടി 354 കോടി രൂപയിലാണ് എത്തുന്നത്. എന്നാൽ കമ്പനിയുടെ ഒരു എബിഡയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 45% വർധനവോടുകൂടി 784 കോടി രൂപയാണ് എബിഡയായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ കമ്പനിയുടെ ഈ ഒരു പാദഫലം പരിശോധിക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു ടോപ്പ് ലൈൻ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസിയുടെ ഒരു മീറ്ററായിട്ടുള്ള എബിഡ പരിശോധിക്കുമ്പോഴും ഒരു നേട്ടം ഉണ്ടാകുന്നു. എന്നാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുമ്പോൾ ഒരു ഇടിവുണ്ടാകുന്നു. മേ ബി ഒരു വൺ ഓഫ് സിറ്റുവേഷനോ മറ്റോ ആയിരിക്കാം കമ്പനിയുടെ ഈ രണ്ടാം പാദത്തിൽ ഒരു തിരിച്ചടി ആയിരിക്കുന്നത്. നിലവിലിപ്പോൾ സൺ ടി വി പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ ഏതാണ്? കൂടാതെ നിഫ്റ്റി മീഡിയ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഓവർവ്യൂ എന്താണ്? സൺ ടി വിയിൽ ഇപ്പോൾ 0.78% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല അതുപോലെ ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ 1 ഒക്ടോബറിൽ ഒരു ഹൈ വോളിയം ആക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ട്രെൻഡിലാണ്. ഷോർട്ട് ടൈമിലും ഒരു ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് അതായത് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. 617 എന്ന ഹഡിൽ അതായത് റീസെന്റ് ഹൈ വോളിയം ആക്ഷൻ ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ആയ 617 എന്ന ലെവൽ മറികടന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. പിന്നെ ഈ ഒരു സ്റ്റോക്കിനെ ഗ്രൗത്ത് കാൻഡിഡേറ്റായി കൺസിഡർ ചെയ്യാവുന്നതല്ല. കാരണം ടെക്നിക്കലി വീക്ക്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസും ഹയർ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫുമാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി മീഡിയ സൂചികയിലേക്ക് വരികയാണെങ്കിൽ കറന്റ് 0.83% മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റ് അത് മേ ബി ഒരു ഡെഡ് ക്യാറ്റ് ബൗൺസ് ബാക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ 1606, 1675 എന്ന ഹഡിൽസ് മറികടന്നാൽ മാത്രമേ ഒരു ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആവും. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. കാരണം ഹയർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ മേഖലയിലെ ഒട്ടുമിക്ക സ്റ്റോക്സിലും കാണാൻ സാധിക്കുന്നത്.